ഹായ് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായ് നോൾ കാർഡിനെ കുറിച്ചാണ്. നോൾ കാർഡ് എന്താണെന്നൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഇതാണ് നമ്മളെ UAE നമ്മൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കുന്ന നോൾ കാർഡ്. അപ്പോൾ നോൾ കാർഡ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണ്, എത്ര തരത്തിൽ നോൾ കാർഡുകളുണ്ട് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ഈ നോൾ കാർഡ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് മെട്രോ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് നോൾ കാർഡ് പർച്ചേസ് ചെയ്യാം. അതുപോലെ ബസ് സ്റ്റേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ RTAയുടെ കസ്റ്റമർ ഹാപ്പിനെസ് സെൻ്ററിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാം. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ ഓതറൈസ്ഡ് ഏജൻസീസ് ത്രൂ നമുക്ക് നോൾ കാർഡ് പർച്ചേസ് ചെയ്യാം. ഈ നോൾ കാർഡിന് 4 ടൈപ്പാണുള്ളത്: സിൽവർ കാർഡ്, റെഡ് കാർഡ്, ബ്ലൂ കാർഡ്, ഗോൾഡ് കാർഡ്. അപ്പോൾ സിൽവർ ആണ് പൊതുവെ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന കാർഡ്. പിന്നെ ഗോൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ VVIP പാസഞ്ചേഴ്സ് ഉപയോഗിക്കുന്നതാണ്. റെഡ് കാർഡ് വിസിറ്റേഴ്സ് ഓർ ട്രാവലേഴ്സ് ഉപയോഗിക്കുന്നതാണ്. ബ്ലൂ കാർഡ് നമ്മുടെ സിൽവർ കാർഡുമായിട്ട് ചെറിയ മാറ്റമുള്ളൂ, ഹാൻഡിക്യാപ്ഡിനൊക്കെ ഫ്രീ ആയിട്ട് ഫെസിലിറ്റീസ് ഉള്ള ഒരു കാർഡാണ്. അപ്പോൾ ഇതിൽ കോമൺലി സിൽവർ കാർഡാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 25 ദിർഹം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന സ്റ്റോറുകൾ, ഈ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോൾ കാർഡ് പർച്ചേസ് ചെയ്യാം. 25 ദിർഹം കൊടുത്ത് നമ്മൾ നോൾ കാർഡ് പർച്ചേസ് ചെയ്താൽ 19 ദിർഹംസ് എന്തുണ്ടാവും, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് ഇതിൻ്റെ യൂസുകൾ. നമ്മൾ മെയിനായിട്ട് എല്ലാവരും ഇത് ഈ കാർഡ് ഉപയോഗിക്കുന്നത് മെട്രോയിൽ ട്രാവൽ ചെയ്യാണ്. അതിന് മാത്രമല്ല നമ്മളെ ഈ കാർഡ് ഉപയോഗിക്കാൻ പറ്റുന്നത്. മെയിനായിട്ട് നമുക്കുള്ളത് മെട്രോയിൽ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കാം, ദുബായ് ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കാം, ദുബായ് ട്രാമിൽ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ മറൈൻ എന്ന് പറയുമ്പോൾ ദുബായ് ഫെറി, ദുബായ് വാട്ടർ ബസ്സസ്, ഇതിലൊക്കെ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ ഉള്ള ഇതിൻ്റെ യൂസുകൾ, ഒന്ന് പാർക്കിംഗ് ഫീ അടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടും അല്ലാതെ കാർഡ് ഉപയോഗിച്ചും പാർക്കിംഗ് ഫീ ദുബായിൽ അടക്കാൻ വേണ്ടിയിട്ട് ഈ കാർഡ് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കാൻ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് പിന്നെ ഇത്രയും ATM സൗകര്യമുള്ളപ്പോൾ ഇത് ഉപയോഗിച്ച് പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ വിസിറ്റേഴ്സ് പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ആൾ വന്ന് അവർക്ക് ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കലും അല്ലെ അവിടുത്തെ അവരുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ സിമ്പിൾ മെത്തേഡാണ് ഈ നോൾ കാർഡ് റീചാർജ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് പെട്രോൾ അടിക്കാം. നമ്മൾ വിദേശികളൊക്കെ വന്നാൽ കൂടുതലായിട്ട് ഈ റെൻ്റേ കാറുകളാണ് ഉപയോഗിക്കുക, അതാണ് അവർക്ക് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്രോൾ അടിക്കാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ പാർക്കുകൾ, ദുബായിലുള്ള പാർക്കുകളിലും മറ്റും പോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പാർക്ക് എൻട്രി ഫീ ആയിട്ട് ഫീ അടക്കാൻ വേണ്ടി നമുക്ക് നോൾ കാർഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് അതുപോലെ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ നോൾ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ യൂസുകളാണ് നോൾ കാർഡ് കൊണ്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. നന്ദി.